Hello, good morning. Good morning. Okay. Good അപ്പോ morning. ഞാൻ ആദ്യം പരിചയപ്പെടാം. എൻ്റെ പേര് ഡോക്ടർ നീമ. ഞാൻ മലപ്പുറമാണ്, മഞ്ചേരി. ഞാനൊരു ഹോമിയോപ്പതിക് ഡോക്ടറാണ്. പക്ഷെ ഫസ്റ്റ് മുതൽ തന്നെ ഭയങ്കര സൈക്കോളജി എന്നുള്ള ഭയങ്കര പാഷനായിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. സൈക്കോളജി അതിന്റെ കൂടെ കൊണ്ടുപോകുന്നു. അപ്പൊ ഞാനിന്നൊരു ചെറിയ ടോപ്പിക്കാണ്. ചെറിയ ടോപ്പിക്കായിട്ട് നമുക്ക് തോന്നുമെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ പറയാനുള്ളൂ. പക്ഷെ അത് നമ്മളെ ലൈഫിൽ വരുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ഹലോ. Positive affirmation. പോസിറ്റീവ് അഫിർമേഷൻസ്. അപ്പൊ എന്താണ് അഫിർമേഷൻസ് എന്ന് തന്നെ നമുക്ക് ആദ്യം പറയാം. അരമണിക്കൂറാണ് ഉള്ളത്. അപ്പോ സംസാരിക്കാൻ കുറേ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണെങ്കിലും അല്ലെങ്കിൽ അതിങ്ങനെ പറഞ്ഞ് നമുക്ക് പോകുമ്പോൾ ഇങ്ങനെ പോകാം. പക്ഷെ നമുക്ക് കുറച്ച് സമയത്തിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്തേണ്ടി വരും. അപ്പോ നമുക്ക് അഫിർമേഷൻ എന്താന്ന് നമുക്ക് പറയാം. അഫിർമേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരേ കാര്യം തന്നെ സ്ഥിരീകരിക്കുക, അതായത് വ്യാഖ്യാനിക്കുക എന്നൊക്കെ നമുക്ക് അതിന്റെ മലയാളം അർത്ഥം നമുക്ക് അങ്ങനെ ഉദ്ദേശിക്കാമെങ്കിലും പോസിറ്റീവ് അഫിർമേഷൻ എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ മാറ്റം വരുത്തേണ്ട പോസിറ്റിവിറ്റി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളെ ലൈഫിനോട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തോട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനോട് നമ്മുടെ ബ്രെയിനിനോട് നമ്മൾക്ക് എന്താണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ തിരുത്തി നമ്മുടെ ബ്രെയിനിനോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്ന് നമുക്ക് വളരെ ലളിതമായിട്ട് നമുക്ക് പറയാം. ഇപ്പൊ നമുക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ ചേഞ്ച് ചെയ്യാനുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം നേടാനുണ്ട്, നമ്മുടെ ചുറ്റും നമ്മുടെ നമുക്ക് എന്തെങ്കിലും ഒരു എയിം ഉണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഇത്ര മാർക്ക് വാങ്ങണം, അല്ലെങ്കിൽ എന്റെ കോൺഫിഡൻസ് ലെവൽ വളരെ കുറവാണ്, എന്റെ കാര്യങ്ങൾ കുറെ ചേഞ്ചസ് വരുത്താനുണ്ട്. ഇപ്പൊ ഒരു ജോബ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ജോബിന്റെ കുറെ കാര്യങ്ങൾ, ഇപ്പൊ ജോബിൽ നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ, ടാസ്ക് അച്ചീവ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ, അപ്പൊ നമുക്ക് അതിൽ ചേഞ്ചസ് എന്തൊക്കെ വരുത്താൻ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് അഫർമേഷൻസ് ആക്കി മാറ്റാം. അല്ലാണ്ട് ഇപ്പൊ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് തിങ്കിങ്ങും കൂടുതലായിട്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ ആ തോട്ടിനെ നമുക്ക് എന്തിലേക്ക് ചേഞ്ച് ചെയ്യാം, പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് അവിടെ നമുക്ക് പോസിറ്റീവ് അഫർമേഷൻസ് കൊണ്ടുവരാം. അതെല്ലാം നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ലെവലിലാണ് നമുക്ക് അഫർമേഷൻസ് കൊണ്ടുവരേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ദൈവം നമുക്ക് തന്നിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ദൈവത്തിനോട് പറയുന്ന രീതിയിൽ നമുക്ക് പോസിറ്റീവ് അഫർമേഷൻസിനെ കൊണ്ടുവരാം. പക്ഷെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇതിനിപ്പോ ഇങ്ങനെ ഇപ്പൊ ഡെയിലി നമ്മള് ഒരേ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിലിപ്പോ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുമെന്ന്. ഇപ്പൊ നമ്മളെ ചുറ്റുപാടില് കുറെ കാര്യങ്ങള് പുറത്തുള്ള കാര്യങ്ങളാണല്ലോ അല്ലെ നമ്മുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ സറൗണ്ടിങ്സ് നമ്മളെ ചുറ്റുപാടിന് അല്ലെങ്കിൽ നമ്മുടെ ജോബിലുള്ള കാര്യങ്ങൾ, കുറെ കാര്യങ്ങളിൽ ഇതിൽ എന്ത് ചേഞ്ചസ് ആണ്. ഇപ്പൊ നമ്മൾ ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നെന്ന് വിചാരിച്ചിട്ട് എന്ത് ചേഞ്ചസ് ആണ് ഇതിൽ വരുത്താൻ നോക്കുക. ശരിക്കും നമ്മുടെ ഈ പോസിറ്റീവ് അഫിർമേഷൻ അല്ലെങ്കിൽ അഫിർമേഷൻ എന്താണെന്നുണ്ടെങ്കിലും ആദ്യം നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ചിന്തകളാണ്. അപ്പൊ നമ്മള് ചിന്തകള് ചേഞ്ച് ചെയ്യുമ്പോൾ അത് നമ്മുടെ അല്ലെങ്കിൽ ഇതിപ്പോ പോസിറ്റീവ് അഫിർമേഷൻ അല്ലെങ്കിൽ അഫിർമേഷൻ ഇതിപ്പോ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 21 ഡേയ്സ് എങ്കിലും ഇത് മിനിമം ചെയ്യണം എന്നാണ് പറയുക. അല്ലെങ്കിൽ അപ് ടു 6 months വരെ നമുക്ക് സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ബ്രെയിനിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് ചേഞ്ച് എങ്ങനെ വരുന്നത്, നമ്മൾ ഒരേ കാര്യം തന്നെ പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തിന് നമ്മൾ പോസിറ്റീവ് ആക്കിയിട്ട് അത് ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിനോട് അത് ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ഒരു ശീലമായിട്ട് മാറും. നമ്മുടെ ശീലം എന്ന് പറയുമ്പോൾ എന്താ, ആ ശീലം നമ്മുടെ ഒരു സ്വഭാവമായിട്ട് മാറും. ആ സ്വഭാവം നമ്മുടെ പ്രവൃത്തിയായിട്ട് മാറുകയും ആ പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ആ കാര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും എന്നുള്ളതാണ് ഞാൻ സിമ്പിൾ ആയിട്ട് പറയാനുള്ളത്. അപ്പോ അതാണ് ചേഞ്ചസ് വരുന്നത്. ഇപ്പൊ ചേഞ്ചസ് നമ്മുടെ ബ്രെയിനിനോടാണ് ഇത് പറയുന്നത്. ഇപ്പൊ നമ്മൾ രാവിലെ ഇപ്പൊ എപ്പോഴാണ് കറക്റ്റ് ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റ ഉടനെ നമ്മളെ അത്രയും
നമ്മൾ പ്യുവർ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഭയങ്കര റിഫ്രഷ് ആയിട്ട് റിലാക്സ് ആയിട്ട് നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡി നമ്മുടെ ബ്രെയിനൊക്കെ ഭയങ്കര കാമാണ്, എന്തിനേയും നല്ല എനർജിയോട് കൂടി സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു ടൈമാണ്. ആ സമയത്ത് നമ്മളെ ബ്രെയിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ ആണെങ്കിൽ ഐ ആം സ്മാർട്ട്, ഐ ആം കൈൻഡ്, അല്ലെങ്കിൽ ഐ ആം കോൺഫിഡൻറ്റ് എന്നൊക്കെ നമ്മൾ നമ്മളെ ബ്രെയിനോട് തന്നെ പറയുമ്പോൾ, കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി നമ്മൾ തന്നെ നമ്മളെ ബ്രെയിനോട് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരു പുതിയ ന്യൂറൽ പാത്വേ അല്ലെങ്കിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഒരു ന്യൂറൽ വേ അവിടെ ക്രിയേറ്റ് ചെയ്യും. ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഡെയിലി ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ ആ ന്യൂറൽ പാത്വേ ഡെയിലി ഡെയിലി കേട്ട് 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 അത് സ്ട്രോങ് ആകും. ആ ന്യൂറൽ പാത്വേ സ്ട്രോങ് ആവുകയും ആ ഒരു ന്യൂറൽ ബോണ്ട് സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്തകളെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ ബ്രെയിനിന് പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളിലേക്ക് അത് ചേഞ്ച് ആവുകയും പുതിയ വഴികൾ നമ്മൾ നമ്മുടെ ഇപ്പൊ ഒരു കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ അതാണ് നമ്മളായി തീരുക, നമ്മുടെ പ്രവൃത്തിയായി തീരാൻ നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ ആവുമ്പോ നമ്മുടെ പ്രവൃത്തിയില് നമ്മുടെ നമ്മൾ എന്തിലേക്കാണോ നമ്മൾ എത്തിപ്പെടേണ്ടത്, നമ്മൾ ഡെയിലി നമ്മുടെ ബ്രെയിനോട് പറയുന്നത്, അതിലേക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ബ്രെയിനിന്, അതായത് നമ്മളിത് പറയുന്നത് ഇത് പോയി സ്റ്റോർ ആവുന്നത് എവിടെയാണ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ഇപ്പൊ നമ്മളെ ചിന്തകളായിക്കോട്ടെ, നമ്മൾ എന്ത് കാര്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആണല്ലോ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അതിനെ കേന്ദ്രീകരിക്കുന്ന ഒരു കാര്യം. അപ്പൊ ആ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ അറിയാതെ തന്നെ അതിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും എന്നാണ് നമ്മൾ ഈ ഇതിന്റെ ഒരു സയൻസ് പറയുന്നത്. അത് നമ്മളെ നമ്മുടെ ഇവിടെ ഒരു പെരിഫറൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ആ ഏരിയയാണ് നമ്മളെ ചിന്തകളെ അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഏരിയയിലേക്കാണ് ഇത് കൂടുതലായിട്ട് പോവാന്നാണ് സയൻസ് ബേസിക്കലി ഇത് പറയുന്നത്. സോ അവിടെ നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന കെമിക്കൽസ് ഉണ്ടല്ലോ, ബ്രെയിൻ കെമിക്കൽസ് ഉണ്ട്, ഡോപ്പമീന്, സെറട്ടോണിൻ, ഓക്സിറ്റോസിൻ, ഈ കെമിക്കൽസ് ഒക്കെ എന്ത് ചെയ്യും, കൂടുതലായിട്ട് ഹാപ്പി ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ പോസിറ്റീവ് അഫർമേഷൻ ആണ് ഡെയിലി നമ്മുടെ ബ്രെയിനോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ആ കെമിക്കൽസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും നമുക്ക് നമ്മുടെ ഹാപ്പിനെസ്സിലേക്ക്, നമ്മുടെ നല്ല ചിന്തകൾ, നല്ല കാര്യങ്ങളിലേക്ക് അത് നമ്മളെ എത്തിക്കുന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ നമുക്കൊരു എയിം ഉണ്ട്, അപ്പൊ നമുക്ക് ഒരു ജോലിയിൽ നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യാണ്, എനിക്ക് ഇന്നത് അച്ചീവ് ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ വെറുതെ നമ്മൾ തോന്നും ഇതിപ്പോ ഡെയിലി ഇങ്ങനെ ഇങ്ങനെ ഒരേ കാര്യം തന്നെ ഇതിപ്പോ എഴുതുക, ഒരേ കാര്യം ഇപ്പൊ ഇങ്ങനെ പറയാം. ഇത് നമുക്ക് മൂന്ന് തരത്തിൽ, മിനിമം 3 തരത്തിലെങ്കിലും നമുക്ക് ഇത് ചെയ്യാന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്ക് ഡെയിലി നമ്മൾ പറയാം, രാവിലെ എണീച്ചിട്ട് നമ്മൾ കണ്ണാടി നോക്കിയിട്ട് നമുക്ക് പറയാം. കണ്ണാടി നോക്കിയിട്ട് പറയുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്, നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റും അല്ലേ? അപ്പൊ നമ്മൾ രാവിലെ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും. അപ്പോ രാവിലെ റുട്ടീനൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ കുറച്ച് രാവിലെ നേരത്തെ എണീറ്റ് നമുക്കൊരു സെൽഫ് കെയർ, ഒരു സെൽഫ് റുട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ റുട്ടീനിലേക്ക് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് അഫർമേഷന്റെ ഒരു സെഷൻ നമ്മളെ ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ നമ്മൾ രാവിലെ എണീച്ചിട്ട് പ്രെയർ ഒക്കെ കഴിയുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രെയർ കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര കാമാൻ, ഭയങ്കര ഭയങ്കര പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന ടൈം ആയിരിക്കും രാവിലെ പ്രെയർ കഴിയുന്ന സമയം. ആ സമയത്ത് നമുക്ക് നമ്മളോട് തന്നെ പറയാം. അപ്പൊ നമ്മുടെ മൈൻഡും ബോഡിയും എല്ലാം ഭയങ്കര റിലാക്സ് ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈം ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാം, ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണാടി നോക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ, നമുക്ക് നമ്മളെ തന്നെ കാണാം. നമുക്ക് നമ്മളെ കണ്ണുകളിൽ നോക്കി പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ചുമ്മാ എന്തെങ്കിലും പറയുന്നതിന് പകരം നമുക്ക് നമ്മളെ കണ്ണുകളിൽ നോക്കി പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കണ്ണിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള സ്പാർക്ക് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പൊ നമുക്ക് ഇമോഷണലി കണക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ഈ അഫർമേഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് പറയാം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പറയുമ്പോൾ നമുക്കത് എന്നോടാണ് പറയുന്നത് നമുക്ക് തോന്നും. അപ്പൊ നമ്മൾ നമ്മളോട് പറയുമ്പോൾ നമ്മളാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം, നീ സുന്ദരിയാണ്, നീ കോൺഫിഡന്റ് ആണ്, നിന്നെ കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ നമ്മളോട് പറയുമ്പോൾ നമ്മുടെ ബോഡിയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും നമ്മുടെ ബ്രെയിനും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിലൂടെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോ നമ്മൾ ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഡെയിലി നമ്മൾ ആ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് ആ കൺസിസ്റ്റന്റ്ലി കൊണ്ടുപോകുമ്പോഴാണ് ഈ പോസിറ്റീവ് അഫർമേഷൻസ്
അല്ലെങ്കിൽ അഫിർമേഷൻസ് നമ്മളെ ലൈഫിൽ വർക്ക് ആവുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് മിററിൽ നോക്കിയിട്ട് നമ്മൾ സെൽഫായിട്ട് സെൽഫ് ടോക്ക് ചെയ്യാം. നമുക്ക് രാവിലെ തന്നെ അറിയുമ്പോൾ സെൽഫ് റുട്ടീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വേറെ ടോപ്പിക് ആണെന്നുണ്ടെങ്കിലും, കാരണം നമ്മൾ രാവിലെ ഒരു കറക്റ്റ് ടൈമിൽ നേരത്തെ എണീക്കുന്നു, നമ്മുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ആവുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് ആണ്. അപ്പൊ നമ്മൾ പലരും പറയുന്നുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഡയറി കീപ്പ് ചെയ്യുക. അപ്പൊ നമ്മുടെ ചിന്തകളെ ചേഞ്ച് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് എന്താവണം അല്ലെങ്കിൽ എന്തിൽ എത്തിച്ചേരണം, നമ്മുടെ ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഒരു ടൈപ്പായിട്ട് നമുക്ക് മിററിൽ നോക്കി സംസാരിക്കണം. സെക്കൻഡ് ടൈപ്പായിട്ട് നമ്മൾ പറയാ എന്താ, റൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റൈറ്റ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ ഒരു കാര്യം നല്ല നീറ്റ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ നല്ല ഭംഗിയില് മിനിമം ഒരു 3 തവണയെങ്കിലും നമുക്ക് എന്താണോ നമ്മളെ എയിം, അല്ലെങ്കിൽ എന്താണോ നമ്മുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ ആയിക്കോട്ടെ, നമ്മുടെ സെൽഫ് ഡെവലപ്മെന്റ് അഫർമേഷൻ ആയിക്കോട്ടെ, നമ്മളെ വർക്കിംഗ് അഫർമേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓവർ സ്ട്രെസ്ഡ് ആയിട്ട് നമ്മുടെ ചിന്തകൾ ചേഞ്ച് ചെയ്യാനുള്ള അഫർമേഷൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ എഴുതി വെക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഡെയിലി നല്ല ഭംഗിയിൽ ഒരു 3 മുതൽ 5 തവണ മിനിമം ആണ് കേട്ടോ, അത് നമ്മൾ ഡെയിലി ഒരു കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ ഒരു 21 ദിവസം നമുക്ക് അതിങ്ങനെ എഴുതി വെക്കണം നോക്കാം. അപ്പൊ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ അത് ഇങ്ങനെ എഴുതി എഴുതി കൊണ്ടുപോകുമ്പോൾ അതിൽ നമുക്ക് കുറെ ചേഞ്ചസ് ഇങ്ങനെ വരുത്താനുണ്ടാവും. അപ്പൊ അതിന്റെ പ്രോഗ്രസ് നമുക്ക് എഴുതി വെക്കാന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ന് നമ്മൾ എന്താണ് അഫർമേഷൻ ചെയ്തത്, ഇന്ന് എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഇന്ന് എന്റെ ലക്ഷ്യം ഇന്ന് എന്തായിരുന്നു. അപ്പൊ നാളെ ചിലപ്പോൾ നമ്മൾ അതിനേക്കാളും കൂട്ടി എഴുതും. അങ്ങനെ ഒരു മിനിമം 21 ഡേയ്സ് എങ്കിലും നമ്മളത് എഴുതുന്ന സമയത്ത് നമ്മുടെ ഒരു പ്രോഗ്രസ് നമുക്ക് അവിടെ കാണാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ്, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഡേ എഴുതിയത് ജസ്റ്റ് നമ്മളൊരു നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് എന്ത് ചെയ്യും, ജസ്റ്റ് കേട്ടൊക്കെ ഒരു പരിചയമാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, ഐ എം സ്മാർട്ട്, ഐ വാണ്ട് ദിസ്, അല്ലെങ്കിൽ ഐ എം വെരി കൈൻഡ്, എനിക്ക് ഞാൻ ഒരുപാട് ഹാപ്പി, ഞാൻ ഒരുപാട് ഹാപ്പിയാണ്, എനിക്ക് ഇനി ഈ ഒരു കാര്യം അച്ചീവ് ചെയ്യണം. അങ്ങനെ ചിലപ്പോൾ നമ്മൾ ചെറിയ സിമ്പിൾ വാക്കുകളായിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ അതിലെ ക്ലാരിറ്റി കൂടും. അതിപ്പോ നമ്മൾ ഫസ്റ്റ് ഡേ നമ്മളിപ്പോ ജസ്റ്റ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അഫിർമേഷൻ ആണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഐ താങ്ക് മൈ ഗോഡ് ഫോർ ലിവിങ്, അല്ലെങ്കിൽ ഇങ്ങനെ ലൈഫ് എന്നൊക്കെ ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം കൂടുന്നിടത്തും നമ്മൾ അതിൽ സ്പെക്ച്വൽ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക്, അതായത് ഇപ്പൊ ഫസ്റ്റ് ഒരു എനിക്ക് ഇങ്ങനെ നല്ലൊരു ഫ്രണ്ട്സിനെ കിട്ടിയതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു, ആ ഒരു രീതിയിലേക്ക് ചേഞ്ച് ആവും. അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു കുടുംബം കിട്ടിയത്, അങ്ങനെ നമ്മൾ അതിലിങ്ങനെ പ്രോഗ്രസ് ചെയ്ത് നമ്മൾ ഇമോഷണലി അതിലേക്ക് കണക്റ്റഡ് ആവുന്നുള്ളതാണ്. ഇപ്പോ ഞാൻ സത്യം പറയാ, ഇത് എനിക്ക് നന്നായിട്ട് വർക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക് എടുക്കാൻ തന്നെ കാരണം. കാരണം ഇപ്പോ നമുക്ക് ജനുവരി ഡിസംബർ ഒക്കെ കഴിഞ്ഞ് ഒരു ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഫസ്റ്റ് നമുക്ക് ന്യൂ ഇയർ പ്ലാൻ എഴുതുന്ന ആൾക്കാരുണ്ടോ അവിടെ? ഒരു ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ന്യൂ ഇയർ പ്ലാൻ എഴുതുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാരും ഉറങ്ങാണോ? മാം മുമ്പൊക്കെ ആ എഴുതിയിരുന്നു. ആ ആ ആദ്യമൊക്കെ അപ്പൊ അങ്ങനെ എഴുതാറുണ്ടായിരുന്നു, പിന്നെ അങ്ങനെ എഴുതാറില്ല. സ്കൂളിലൊക്കെ പഠിക്കുന്നവരാണെങ്കിലും ചില കുട്ടികൾ പഠിക്കുന്ന കുട്ടികളാണ്, അങ്ങനെയൊക്കെയാണെങ്കിൽ ഉണ്ടാവും. അപ്പൊ എന്റെ ഒരു സ്റ്റോറി പറയുമ്പോൾ, ഞാനിപ്പോ സെക്കൻഡ് ബേബി ഉണ്ടായി കഴിഞ്ഞ ശേഷം കരിയറിൽ കുറച്ച് ചെറിയൊരു ബ്രേക്ക്, ക്ലിനിക്ക് ഉണ്ടാവും, വീട്ടിൽ കൺസൾട്ടേഷൻ ഒക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് ഒരു കണ്ടിന്യൂഷൻ വരുന്നില്ല. അപ്പൊ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയി പോകും. നമുക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ, ചെറിയ 2 ബേബീസ്, അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളെ കാര്യം, അങ്ങനെ ഭയങ്കര സ്ട്രെസ്ഡ് ആയി വന്ന സമയത്ത് എനിക്ക് ചേഞ്ച് ആവണം, അല്ലെങ്കിൽ എന്റെ ലൈഫിൽ ഇത് മാത്രമല്ല, കുഞ്ഞുങ്ങൾ ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ മൈ ലൈഫ്, പക്ഷെ എനിക്ക് അത് മാത്രമല്ല, എനിക്ക് എന്റെ കരിയർ അല്ലെങ്കിൽ എന്റെ ലക്ഷ്യങ്ങൾ, എന്റെ കുറെ കാര്യങ്ങൾ എനിക്ക് ഇനി മുന്നിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി അത് തിരുത്താൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള, അപ്പൊ ഞാനത് കണക്ട് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. നമ്മളിപ്പോ ഒരു കാര്യത്തിന് നമ്മൾ വെറുതെ ഇന്നതാണ് നമ്മൾ പറയുന്നേക്കാളും അത് എന്റെ ലൈഫിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ കഴിയുമല്ലോ. അപ്പൊ ആർക്കെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ ന്യൂ ഇയറിന്റെ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു പ്ലാൻ ഇട്ടു. അപ്പോ കഴിഞ്ഞ വർഷം തന്നെ ഞാൻ എന്റെ ചെറിയ ചെറിയ പാർട്ടുകൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലെ കൂടുതൽ ക്ലാരിറ്റിയിലേക്ക് വന്നു തുടങ്ങിയത് ഞാൻ ന്യൂ ഇയർ പ്ലാൻ ഇട്ടതിന് ശേഷം. ന്യൂ ഇയർ പ്ലാൻ ഇടുമ്പോൾ നമ്മൾ ഒരു വർഷത്തേക്കുള്ള
കുറെ അത് എയിം കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പൊ നമുക്ക് അപ്പൊ ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ ശരിക്കും ഒരു വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു എയിമിൽ നമുക്ക് എത്തുന്നുണ്ടാവും. അപ്പൊ ആ രീതിയിൽ നമ്മൾ അതിനെ ഫസ്റ്റ് നമ്മൾ ചെറിയ കാര്യങ്ങൾ എഴുതി തുടങ്ങി. ആദ്യം ഞാൻ എഴുതിയത് എന്താണെന്ന് അറിയാം, എന്റെ കഴിവിന് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്ന രീതി തന്നെ ഫസ്റ്റ് എഴുതിയത്. കാരണം നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ നമ്മൾ ഫസ്റ്റ് ബൂസ്റ്റ് ചെയ്യാന്നുള്ളതായിരുന്നു എന്റെ ഫസ്റ്റ് ലക്ഷ്യം. കാരണം എന്നെ കൊണ്ട് കഴിയും എന്ന് എനിക്ക് ഉറപ്പുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡെയിലി അത് എഴുതിക്കൊണ്ടിരുന്നു. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു എനർജി ആയിരിക്കില്ല നമ്മൾ ഫാമിലി ആയിട്ടും കുഞ്ഞുങ്ങളായിട്ട് ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന നമ്മുടെ ചിന്തകൾ, നമ്മളെ എനർജി. കാരണം നമ്മളെ മൈൻഡ് കാര്യങ്ങളൊക്കെ കൂടുതൽ കുഞ്ഞുങ്ങളെ കൂടെ ആകുമ്പോൾ നമ്മൾ അത് ഒരു മദർ എന്ന രീതിയിലും ഒക്കെ നമ്മൾ കുറെ ചുറ്റിപ്പറ്റിട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു സ്പാർക്ക് ഉണ്ടല്ലോ, ആ സ്പാർക്കിനെ കത്തിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഫസ്റ്റ് ലക്ഷ്യം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഏതൊക്കെ രീതിയിലാണോ സ്പാർക്ക് ഉള്ളത്, എന്റെ രീതി, എനിക്ക് എവിടൊക്കെയാണോ എനിക്ക് നല്ല രീതിയിൽ തിളങ്ങാൻ പറ്റുക എന്നുള്ളത് ഞാൻ ആദ്യം എഴുതി വെച്ചു. ആ എഴുതി വെച്ചതിന് ഡെയിലി അതിനെ റിപ്പീറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എന്റെ ഉള്ളിലുള്ള ആ സ്പാർക്ക് എനിക്ക് ഡെയിലി കൂടുതൽ പ്രകാശിക്കാൻ തുടങ്ങി. ആ പ്രകാശം എനിക്ക് ആ ടാസ്ക്, ഇപ്പൊ ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ലേഡീസ് ഓൺലി ക്യാമ്പ്സ് നടത്തുന്ന ഒരാളാണ്. ഹീലിംഗ് ക്യാമ്പ്സ് എന്ന് പറഞ്ഞിട്ട് ലേഡീസ് മാത്രമായിട്ട്. മാഷാഅല്ലാഹ് കഴിഞ്ഞ ഈ സാറ്റർഡേ സൺഡേ അല്ല, അതിന്റെ മുന്നേ സാറ്റർഡേ സൺഡേ 9ഉം 10ഉം ഒരു ക്യാമ്പ് ആനക്കാമ്പൊയിൽ വെച്ച് കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ എന്റെ ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് അവിടെ ഞാനാണ് ഫസ്റ്റ് മുൻകൈ എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് കുറെ നമ്മുടെ കംഫർട്ട് സോൺ ഉണ്ടാവും, നമ്മളെ കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ വേണോ വേണ്ടേ വേണോ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ആ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മളാണ് ഫസ്റ്റ് വിചാരിക്കേണ്ടത്. ആ വിചാരിക്കുന്ന ദിവസം നമ്മൾ അത് അവിടെ എഴുതി വെക്കണം. ആ എഴുതി വെക്കുമ്പോൾ നമുക്ക് ചെറിയ ഒരു ഞാൻ പറഞ്ഞ സ്പാർക്ക്, ചെറിയൊരു കാര്യം എനിക്ക് ജസ്റ്റ് ഇന്നതെന്നുള്ളത്, ഒരു ക്യാമ്പ് എന്നുള്ളത് മാത്രമേ നമുക്ക് മനസ്സിലെങ്കിൽ ഫസ്റ്റ് അത് ക്യാമ്പ് എന്ന് എഴുതി വെക്കാം. സെക്കൻഡ് ഡേയും അത് ക്യാമ്പ് നിൽക്കാം, തേർഡ് ഡേ ഫോർത്ത് ഡേ അങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മളെ ഇന്നത് ഇന്ന ഇന്ന കാര്യങ്ങളിലേക്ക് എന്ന് പറഞ്ഞിട്ട് സെയിം കാര്യം തന്നെ എനിക്ക് കണക്ട് ചെയ്ത് എന്റെ ചിന്തകൾ ഇങ്ങനെ 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 എനിക്ക് എഴുതി വെച്ച് റിപ്പീറ്റ് ആയിട്ട് എനിക്ക് എഴുതി വെക്കാൻ കഴിയുകയും രാവിലെ അല്ലെങ്കിൽ നൈറ്റ് ഉറങ്ങുന്നതിന്റെ മുന്നേ നമുക്ക് ബെസ്റ്റ് ടൈം എന്ന് പറയും. ആ അഫിർമേഷൻസിനെ ഞാൻ എന്റെ ബ്രെയിനിലേക്ക് ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ കൊടുത്തോണ്ടേ ഇരിക്കുന്ന സമയത്ത് എന്റെ ചിന്തകൾ ചേഞ്ച് ആയിക്കൊണ്ടേയിരുന്നു. ആ ചിന്തകൾ, ഞാൻ എന്താണോ ചിന്തിക്കുന്നത് അതാണ് എന്റെ ശീലമായിട്ട് മാറുക. ആ ശീലമാണ് എന്റെ സ്വഭാവമായിട്ട് മാറുക. ആ സ്വഭാവമാണ് എന്റെ പ്രവൃത്തിയായിട്ട് മാറുക എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ നമ്മുടെ ഈ കൊടുക്കുന്ന ഈ ചിന്തകൾ ഇപ്പൊ ഫുള്ള് എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ മൈൻഡിൽ ഇത് ഓടിക്കൊണ്ടേയിരിക്കും. അപ്പൊ എനിക്ക് പറയുമ്പോ ഞാൻ ഈ ഒരു കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതിലെന്റെ ഇതേപോലെ തന്നെ എന്റെ ക്ലിനിക്കിന്റെ കാര്യമുണ്ട്. അപ്പോ നമ്മളെ ഡെയിലി പ്രാക്ടീസ്, കൗൺസിലിങ്ങിന്റെ സെഷൻസ്, പിന്നെ നമുക്ക് പോസ്റ്റലറി കെയർ ഉണ്ട്, അതിലെ പേഷ്യൻസ്. അപ്പൊ നമ്മൾ ഫുൾ ടൈം ഈ ഒരു ചിന്തകളിലേക്ക് കുഞ്ഞി എന്നതിലപ്പുറം കരിയറും കൂടി അത്ര ഇമ്പോർട്ടന്റ് ആക്കിയിട്ട് ഞാൻ എഴുതി ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നു. അപ്പൊ ഇപ്പൊ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോ എന്ത് ചെയ്യാം, ഇപ്പൊ നമുക്ക് കൂടുതൽ കണക്ട് ചെയ്ത് നമ്മൾ ഇമോഷണലി കണക്റ്റഡ് രീതിയിലേക്ക് ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനെ കൂടുതൽ ക്ലിയർ ആയിട്ട് ഇതിന്റെ പിക്ചർ നമുക്ക് ഇമാജിൻ ചെയ്യാനും ഒരു ബ്രെയിൻ തന്നെ നമുക്ക് സെറ്റ് ആക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മൾ ബ്രെയിനോട് ജസ്റ്റ് ഐ ആം കൈൻഡ്, ഐ ആം കോൺഫിഡന്റ് എന്ന് ഡെയിലി രാവിലെ നമ്മൾ പറഞ്ഞു വെച്ചിട്ട് ആ ബ്രെയിന് ഇങ്ങനെ ഇങ്ങനെ ഐ ആം കോൺഫിഡന്റ് അത് മാത്രമേ നമുക്ക് ബ്രെയിനിൽ കിട്ടുള്ളൂ. പക്ഷെ എവിടെയാണ് നമുക്ക് കോൺഫിഡന്റിലേക്ക് എത്തേണ്ടത് എന്ന് നമ്മളെ ബ്രെയിനോട് ക്ലിയർ ആയിട്ട് നമ്മൾ ഡെയിലി പറഞ്ഞു നോക്കൂ. അവിടെ നമ്മളെ ബ്രെയിൻ അവിടെ വർക്ക് ആവും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഹോർമോൺസ് അല്ലെങ്കിൽ നമ്മുടെ കെമിക്കൽ ഡോപ്പമൈൻ അതുകൊണ്ട് കുറെ സാധനങ്ങൾ, കുറെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ചില സമയത്ത് നമുക്ക് ഇതൊന്നല്ല നമുക്ക് ഇമ്പോർട്ടൻസ്. നമ്മുടെ ചിന്ത എന്താണോ, ആ പോസിറ്റിവിറ്റി എന്താണോ നമുക്ക് കൊടുക്കാനുള്ളത് അത് നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ നമ്മൾ ബ്രെയിനോട് നമ്മൾ ഡെയിലി പറയുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ബ്രെയിനെ അതേ രീതിയിൽ തന്നെ നമ്മൾ പിടിച്ചെടുക്കുകയും അത് നമ്മളെ പ്രവൃത്തിയിൽ ബ്രെയിന് തന്നെ നമ്മൾ അറിയാതെ കൊണ്ടു ചെന്നെത്തിക്കും. അപ്പോ ഏഹ് ചില ആൾക്കാർ ചോദിക്കും, എങ്ങനെ ഇതൊക്കെ പാടെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ കഴിയുന്നത്, എങ്ങനെ ഇങ്ങനെയൊക്കെ പാടെ ഒരുമിച്ച്. ഇപ്പൊ കുറെ ആൾക്കാർ പ്രത്യേകിച്ച് ലേഡീസിനോടൊക്കെ ചോദിക്കുന്ന ഒരു കാര്യക്കാരൻ, എങ്ങനെയാണ് ഇതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ. നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി കൊണ്ടാണ്. ഞാൻ പറയാം ശരിക്കും അല്ലെ, ഇവിടെ എത്ര ലേഡീസ് ഉണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി നോക്കൂ. നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി കൊണ്ടല്ലേ നമുക്ക് ഇത്രയും മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ കഴിയുന്നത്. അല്ലേ? എല്ലാവരും ഉറങ്ങാണോ?
നോ മാം. രാജി പറയുന്നുണ്ട്. ശരി, ആക്ച്വലി ശരിയാണ്. പറഞ്ഞത് റിയലി സ്പാർക്കിംഗ് അടിപൊളിയായിട്ടുണ്ട് മാം പറഞ്ഞത്. മീൻസ് നമുക്ക് തന്നെ നമ്മുടെ ബ്രെയിനിലോട്ട് അത് സ്പാർക്ക് ചെയ്ത് പോകുന്നു ആക്ച്വലി മാം പറഞ്ഞ. അതെ, അത് നമ്മൾ ചെയ്യുന്ന നമുക്ക് എന്താവണം എന്ന് നമുക്കറിയാം. നമ്മുടെ ഉള്ളിലുണ്ടാവും, നമ്മുടെ ഹൃദയത്തിലുണ്ടാവും നമ്മുടെ ഇഷ്ടം. ആ ഹൃദയത്തിലുള്ള ഇഷ്ടത്തിനെ നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ എത്തിക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മളാണ് എത്തിക്കുന്നത്. ഇപ്പൊ നമ്മൾ പോസിറ്റീവ് അഫർമേഷൻ, ഇപ്പൊ ഇത് ചെറിയൊരു ടോപ്പിക്കാണ്. ഇത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എവിടെയാണ് ഇത് വർക്ക് ആവുക, എന്താണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് അല്ലേ, എവിടെയാണ് വോയിസ് റെക്കോർഡിംഗ് ആണ് നെക്സ്റ്റ് പറയുന്നത്. അത് നമ്മൾ പറയുന്നത് റെക്കോർഡ് ചെയ്തിട്ട് ഡെയിലി കേൾക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ രീതി പറയുന്നത്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഹൃദയത്തിലുള്ള നമ്മളെ ഇഷ്ടം, നമ്മളെ ആഗ്രഹത്തിനെ നമ്മളെ ബ്രെയിനിലേക്കാണ് അത് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഇതേ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിക്കുമ്പോൾ ബ്രെയിൻ അതിങ്ങനെ വർക്ക് ചെയ്ത് കൊണ്ടുവരും. അപ്പോ നമുക്ക് മൾട്ടിപ്പിൾ ടാസ്കിങ് ചെയ്യുന്ന സമയത്തും നമ്മുടെ ബ്രെയിനിന് അറിയാം ഇന്നതിലേക്ക് ഇവൾക്ക് ഇവിടെ എത്തണം എന്നുള്ളത്. ഇന്നതിലേക്ക് ഇവളെ എത്തിക്കേണ്ടത് നമ്മൾ ബ്രെയിനിന്റെ ചുമതലയായിട്ട് മാറും. അപ്പൊ ബ്രെയിൻ അത് വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ കൈകളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകളിലൂടെ നമ്മുടെ എല്ലാ കാര്യത്തിലൂടെയും അത് നമ്മളെ ബ്രെയിനിൽ എത്തിക്കും. നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ, നമ്മൾ എനർജറ്റിക് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ എന്താണോ ലക്ഷ്യം നേടിയെടുക്കാനുള്ളത്, എന്തിലേക്കാണോ നമ്മൾ എത്തിക്കാനുള്ളത്, നമ്മൾ അറിയാതെ നമ്മുടെ ബ്രെയിൻ തന്നെ എത്തിക്കും. പക്ഷെ അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളെ ബ്രെയിനിനെ അത് എന്നും നമ്മൾ അതിങ്ങനെ ബ്രെയിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം. ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്റ്റേജ് കഴിയുമ്പോഴേക്കും നമ്മുടെ ബ്രെയിനിന് അത് നല്ല ക്ലിയർ ഇമേജ് ഉണ്ടാവുകയും ആ ബ്രെയിനിന് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ബ്രെയിൻ തന്നെയാണ്. അപ്പൊ നമ്മുടെ പ്രവൃത്തികളിലൂടെ നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളെ പോലോ കോയിലോ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കൊരു ലക്ഷ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളെങ്കിൽ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുന്നു. അത് നമ്മൾ അതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മളതിങ്ങനെ നമ്മളായിട്ട് ചെയ്യുന്ന നമ്മളെ പ്രവൃത്തികൾ കാണുമ്പോൾ നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ് ബാക്കിയുള്ളവർക്ക് ഇൻസ്പയർ ആവുകയും അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും നമ്മളെ കൂടെ നിൽക്കുകയും ചെയ്യുന്നത് ശരിക്കും അപ്പോഴാണ്. അതിന് നമ്മളാണ് നമ്മുടെ ബ്രെയിനിനെ ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മളിപ്പോ മെയിൻ ആയിട്ട് ഈ പോസിറ്റീവ് അഫർമേഷൻസ് ചേഞ്ച് ചെയ്യുന്ന പറയുമ്പോൾ ഇമോഷണൽ ലെവലിലാണെങ്കിൽ ഓവർ സ്ട്രെസ്സിനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. ഒരു ഡിസീസ് കണ്ടീഷൻസിനെക്കാളിലൊക്കെ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഏറ്റവും റിസൾട്ട് ഉള്ളത് നമ്മുടെ ഓവർ തിങ്കിങ്, നെഗറ്റീവ് ആയിട്ടുള്ള എപ്പോഴും ഒരേ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിലേക്ക് ആ നെഗറ്റീവ് തോട്ടിനെ ഒരാൾക്ക് ഒരു പെൺകുട്ടി ഉണ്ട് കേട്ടോ, അവൾക്ക് ഒരു 9-ലോ 10-ലോ ഒക്കെ പ്യൂബർട്ടി അറ്റൈൻ ചെയ്തിട്ട് അവളങ്ങനെ ശരീരമൊക്കെ ഇങ്ങനെ ഒരു ചേഞ്ചസിലേക്ക് വരുന്ന സമയം. അപ്പൊ അവളെ തന്നെ കമ്പയർ ചെയ്യുന്ന എനിക്കൊരു കേസ് വന്നതാണ്. അപ്പൊ അവളെ തന്നെ കമ്പയർ ചെയ്തിട്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അവളെ തന്നെ എന്റെ ഫീച്ചേഴ്സ് ഭംഗിയുണ്ടോ അല്ലെങ്കിൽ ഞാൻ നിറം കുറവാണ്. ഫേസിൽ ആ ഒരു 14-15 വയസ്സെന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യാണ്, ഭയങ്കര കുരു മുഖത്ത് നല്ല ആക്നേസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സ്കൂളിൽ പോകുന്നതുകൊണ്ട് ടാന് വരുന്നുണ്ട്. അപ്പൊ അവളുടെ ഈ ഒരു ബാഹ്യരൂപം അവള് ഭയങ്കരമായിട്ട് അഗ്ലി ആണ് എന്ന് ചിന്തിക്കുകയും അവൾക്ക് അവളുടെ കോൺഫിഡൻസിന് അത് ബാധിക്കുന്നുണ്ട്. അപ്പൊ അവൾക്ക് അറിയില്ല ഇത് ഹോർമോണിന്റെ ചേഞ്ചസ് കൊണ്ടാണ്, പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത സമയമായതുകൊണ്ടുള്ള ചേഞ്ചസ് കൊണ്ടാണ്, ബോഡി ചേഞ്ച് ആവുന്ന ടൈമാണ്. ഇപ്പൊ ഉള്ള ഭംഗിയല്ല ശരിക്കുള്ള ഭംഗി, തന്റെ ഉള്ളിലുള്ള ഭംഗിയാണെന്നും അവൾക്ക് അവൾക്ക് ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ബാഹ്യരൂപത്തിനാണ്. അപ്പൊ അവളുടെ തോട്ട്സ് എന്ന് പറയുന്നത് കുറെ സംഭവങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ അത് വീണ്ടും റിയാക്ഷൻസ് കൂടുന്നു. അപ്പൊ അങ്ങനെയാണ് ശരിക്കും എനിക്ക് കേസ് വന്നത്. ഫേസിൽ ആക്നെ ആയിട്ടാണ് എനിക്ക് കേസ് വന്നത്. ആ കുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, അവളൊന്നും സംസാരിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളമ്മ പറയാം അവൾക്ക് എപ്പോഴും ഭയങ്കര സങ്കടമാണ്. അപ്പൊ കുറച്ച് കസിൻസ് ഉണ്ട്, കുറച്ച് ഏജ് ഒന്നേക്കാൾ ഒരു 3-4 വയസ്സിന് ഡിഫറെന്റ് ഉള്ള കസിൻസ് ഉണ്ട്. അപ്പൊ അവരൊക്കെ കാണാൻ ഭയങ്കര നിറാണ്, ഭയങ്കര ഭംഗിയാണ്, അവരുടെ ഫേസ് ഒക്കെ ക്ലിയർ ആണ്. എന്റെ ഫേസിൽ മാത്രം എന്താണ്, ഇതിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവും, ജനറ്റിക് ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും ഈ ആക്നെ വരാൻ കാരണം. പക്ഷെ അവള് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നെ കാണാൻ ഭംഗിയില്ല, അവളെ കോൺഫിഡൻസ് ലെവലിനെ ബാധിക്കുന്നു. അപ്പൊ 9-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോൾ വീട്ടിൽ അത്യാവശ്യം 10-ാം ക്ലാസ് എന്നുള്ള സ്ട്രെസ് 9-ാം ക്ലാസ് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അവൾക്ക് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഡീപ്പായിട്ട് അവളോട് സംസാരിക്കുമ്പോഴാണ് അവളുടെ ആ ഉള്ളിലുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അത് ഭയങ്കരമായിട്ട് അവളെ ബാധിക്കുന്നുണ്ട്. അത് അവളുടെ കോൺഫിഡൻസ് ലെവലിനെ അവിടെ ഇല്ലാതാക്കാന്ന് തന്നെ പറയാം. അവൾക്ക് ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവൾ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ പ്യൂബർട്ടിയാണ്. ആ ഒരു ഏജിൽ ഒരുവിധം ഗേൾസ് പ്രത്യേകിച്ച് ആ ഒരു മുഖത്തിന്റെ ഭംഗിയിലേക്ക് വരുന്ന ടൈം. അപ്പൊ അവൾ എന്ത് ചെയ്തിട്ടും ഈ കല പോകുന്നില്ല, അത് പൊട്ടിച്ച് കളയുന്നു. അപ്പൊ അവിടെ പാടാകുന്നു.
അങ്ങനെ നമ്മളോട് സംസാരിക്കുമ്പോഴാണ് ഇത് ഈ ഒരു ഡീപ്പ് ലെവലിൽ ഇവൾക്ക് ഇങ്ങനത്തെ ഒരു സങ്കടം ഉണ്ട് അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ഉണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അവളോട് ഞാനിങ്ങനെ പറഞ്ഞ് ഇത് ഇന്നതുകൊണ്ടാണ് എനിക്ക് ആക്നെ വരുന്നതെന്ന് പറഞ്ഞു കൊടുത്തു. കാരണം എന്താ റീസൺ നമ്മൾ ആദ്യം അറിയണം. ഇനി അതിൽ എന്താണ് ചേഞ്ചസ്. ഇപ്പൊ നമുക്ക് റുട്ടീന് ചേഞ്ച് ചെയ്യാനുണ്ടാവും, മെഡിസിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷെ എന്തിലാണ് ഇനി അവൾക്ക് ചേഞ്ചസ് വരുത്തേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തപ്പോ ഞാൻ അവളോട് ഫസ്റ്റ് പറഞ്ഞത് ഒരു കാര്യം, ഫസ്റ്റിന് നമുക്ക് ഒരാളോട് പറയാൻ പറ്റില്ല നീ നീ ഇങ്ങനെ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല, നീ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, നിന്റെ കോൺഫിഡൻസിന് ഈ ലെവലിൽ മാറ്റണം, നിന്റെ തിങ്കിങ്ങിനെ ഈ ലെവലിൽ മാറ്റണം എന്നൊന്നും നമുക്ക് ആ ഒരു പ്രായത്തിലുള്ള പെൺകുട്ടിയോട് പെട്ടെന്ന് ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ നമ്മൾ ഇമോഷണലി അവിടെ നമുക്ക് എത്തിക്കണം. അപ്പൊ അവിടെ ഇമോഷണലി ആണ് നമുക്ക് അവിടെ സ്ട്രോങ് ചെയ്യേണ്ടത്. അവളെ കോൺഫിഡൻസ് ലെവലിനെ സ്ട്രോങ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ അവളോട് ഞാൻ അവളോട് പറഞ്ഞൊരു കാര്യം, നിനക്ക് എന്താണോ നിന്റെ അഗ്ലി. അപ്പൊ അവള് പറഞ്ഞു എനിക്ക് എന്നെ കാണുമ്പോ തന്നെ ഭയങ്കര അഗ്ലി ഫീലാണ്, ഞാൻ ഭയങ്കര എന്റെ ഫേസ് ആണ് നിറമുള്ള കുട്ടിയാണ്, പക്ഷെ ഈ പാടുകൾ വന്നിട്ട് ഫേസ് മൊത്തം കറുത്ത പാടുകൾ. അപ്പൊ അവളുടെ ഉള്ളിലുള്ള നിനക്ക് എന്താ ഫീൽ ചെയ്യണത്, ഇപ്പൊ അഗ്ലി ആണെന്നുണ്ടെങ്കിൽ എന്നെ കാണാൻ ഭംഗിയുണ്ട് എന്നുള്ളത് ഫസ്റ്റത്തെ 2 ദിവസം ഇങ്ങനെ അഗ്ലിയെ കാണിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഐ ആം ബ്യൂട്ടിഫുൾ എന്ന് എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഒരു 1 വീക്ക് എന്താണോ നെഗറ്റീവ് ആയിട്ടുള്ളത് അത് ഫസ്റ്റ് എഴുതിയിട്ട് അതിനെ നീ തന്നെ കട്ട് ചെയ്തിട്ട് പോസിറ്റീവിലേക്ക് എഴുതുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചേഞ്ച്, പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ മാറ്റി 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 എനിക്ക് നിന്നിൽ എന്താണോ ഉള്ളത് അത് എഴുതി എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. അതായത് 1 മന്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അതിന്റെ മുന്നേ ഒരു സിറ്റിങ്ങിന് വരുന്നില്ല, 2 വീക്സ് കഴിഞ്ഞിട്ട് കാണിക്കാൻ വന്നു. അപ്പൊ അതിൽ ഇവിടെയുള്ള ചേഞ്ചസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. 1 മന്ത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവള് ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പി എന്ന് പറയുമ്പോൾ അവള് പറഞ്ഞു ഞാനിപ്പോ ഞാനിപ്പോ എന്റെ ഈ കാര്യങ്ങളിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, ഇപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ അവൾക്ക് റിയലൈസ് ചെയ്തു ഇന്നോണ്ടാണ് കാര്യങ്ങള്, ഇപ്പൊ ഇതല്ല എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ. അതെന്തായാലും എന്റെ ഏജിനനുസരിച്ചിട്ടും എന്റെ ഇതിനനുസരിച്ചിട്ടും അത് ചേഞ്ച് ആയിട്ട് വരും. അപ്പൊ എനിക്കിപ്പോ എന്റെ കോൺഫിഡൻസ് ലെവൽ പഠിത്തത്തിലേക്കാണ് ഇപ്പൊ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് പഠിത്തത്തിലേക്ക് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ചിന്തകൾ ഈ രീതിയിലേക്ക് എനിക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്താണോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം, ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ്, എന്താണോ നെഗറ്റീവ് ആയിട്ട് നമ്മളെ ചുറ്റിപ്പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്ട്രെസ് ചെയ്യുന്നത്, നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഇപ്പൊ അഗ്ലി നിലയിനെ അവൾ ബ്യൂട്ടിഫുൾ എന്നാക്കി മാറ്റിയപ്പോൾ അവൾക്ക് അവളിലുള്ള ഒരു കോൺഫിഡൻസിനെ അവൾ ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്താണോ നമ്മുടെ നെഗറ്റീവായിട്ട് നമ്മുടെ ഉള്ളില് ഇരിക്കുന്ന കാര്യം അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് ചേഞ്ച് ചെയ്ത് അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു 1 മന്തെങ്കിലും 21 to 6 മന്താണ് ഇതിന്റെ ഒരു കാലാവധി നമുക്ക് ഉദ്ദേശിക്കുന്നത്. എന്താണോ ലക്ഷ്യം അതിനനുസരിച്ചിട്ട് ഇത് മാറുന്നുള്ളതാണ്. ചെറിയ ചെറിയ ലക്ഷ്യങ്ങളൊക്കെ ആണെങ്കിൽ അത്ര ദിവസം ആകുമ്പോഴേക്കും ചിലപ്പോൾ ചേഞ്ച് ആവും. ഇപ്പൊ വലിയൊരു കാര്യം, ഇപ്പൊ ഒരു ജോബിലൊക്കെ ഉള്ള കാര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യമാണെന്നുണ്ടെങ്കിൽ ഓരോ ഇതിൽ അച്ചീവ് ചെയ്യാനുള്ളതൊക്കെ ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു സമയം നമ്മുടെ ഇതിന് കൊടുക്കണം. എന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബ്ലഡ് സെൽ ഉണ്ടാവാൻ 120 ദിവസമാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു അസുഖം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് വരണമെങ്കിൽ നാല് മാസം എടുക്കും. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയമുണ്ട്. ആ സമയം വരെ നമ്മൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക, പോസിറ്റീവായിട്ട് നമ്മുടെ ബ്രെയിനോട് കാര്യങ്ങൾ പറയാം. അതാണ് ശരിക്കും പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ എന്താണോ നമ്മൾ ബ്രെയിനോട് പറയുന്നത് അതാണ് നമ്മൾ പോസിറ്റീവായിട്ട് ഡെയിലി പറയാ. നമ്മൾ പോസിറ്റീവായിട്ട് നമ്മുടെ ലൈഫിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ ചിന്തകളിലും നമ്മളെ എന്താ പറയുക നമ്മളെ സറൗണ്ടിങ്സിലും നമ്മളെ ജോബിലും നമ്മളെ ഫാമിലിയിലും നമ്മളെ സുഹൃത്ത് ബന്ധങ്ങളിലും എല്ലാ കാര്യത്തിലും ആ ഒരു പോസിറ്റീവ്നെസ് നമുക്ക് കൊണ്ടുവരാനും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാനും നല്ല സന്തോഷത്തോടെയും നല്ല സമാധാനത്തോടെയും എന്തൊരു കാര്യത്തിലും നമ്മൾ ഒരുപാട് അച്ചീവ് ചെയ്യാനും നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കാനും എല്ലാത്തിനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ പോസിറ്റീവ് അഫർമേഷൻ കൊണ്ട് പറയുന്നത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 6 മണി കഴിഞ്ഞു. പറയൂ. Yes, ma'am. Actually, such a powerful affirmation I never heard. അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ. ഇത് ഭയങ്കര നമുക്ക് നമ്മുടെ ലൈഫിൽ വെച്ച് പറയുമ്പോൾ എല്ലാ ടോപ്പിക്സും നമുക്ക് ക്ലാസ് എടുക്കുന്ന പോലെയല്ലല്ലോ. അതെ അതെ ഞാൻ എന്നെ തന്നെ കാണുന്നുള്ളൂ. പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമില്ല. കാരണം എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ കഴിയും. കാരണം ഇത് നമ്മളെ ഡെയിലി ലൈഫിൽ വരുത്തേണ്ട ഒരു ചേഞ്ച് ആണ്. ഡെയിലി ലൈഫിൽ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെയാണ് നമുക്ക് വലിയ ലൈഫിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ ആ ലൈഫിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളാണ് ചേഞ്ചസ് വരുത്തേണ്ടത്. ഒരു ദിവസം കൊണ്ട് നമുക്ക് എല്ലാ ചേഞ്ചസും കൂടി ഒന്നും വരുത്താൻ കഴിയില്ല. അപ്പൊ ഗ്രാജുവലി ആണ് നമുക്ക് അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ.
ആക്ച്വലി ഇതാണ് തോന്നുന്നത്, മീൻസ് യഥാർത്ഥ ഒരു അഫർമേഷൻ എനിക്ക് ഫീൽ ചെയ്യും. ലൈക്ക് നമ്മളെപ്പോഴും ഐ എം കോൺഫിഡൻറ്റ്, ഐ എം ഗുഡ് അങ്ങനെ എല്ലാം എഴുതുന്നതിനും മീൻസ് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. അത് ഭയങ്കര നല്ല അതായിട്ട് നമ്മൾക്ക് തന്നെ റിയലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളിൽ തന്നെ ഒരു സ്പാർക്ക് ഉണ്ടാക്കുന്ന പോലെ ഞാൻ പ്രസന്റ് ചെയ്തു. താങ്ക് യു സോ അത് മച്ച്. നമ്മളിൽ സ്പാർക്ക് ഉണ്ടാക്കിയാലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. നമ്മളിൽ ആരും വന്നിട്ട് സ്പാർക്ക് ഉണ്ടാക്കൂല. നമുക്ക് എന്താണ് എത്തിച്ചേരേണ്ടതെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ എയിം എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണ്, നമുക്ക് ഏത് രീതിയിൽ എത്തണം എന്നത് നമുക്കല്ലേ അറിയുള്ളൂ. ആ രീതിയിൽ എത്താനുള്ളത് നമ്മൾ തന്നെയാണ് എത്തിക്കേണ്ടത്. വേറൊരാളും വന്നിട്ട് നമ്മളെ എന്താണ് കൂടെ ഉള്ളവരോ അല്ലെങ്കിൽ ജോബിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരോ നമ്മളെ ബോസോ ഇവരൊന്നും, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ കുട്ടികളോ, ഇവർക്കൊന്നും അറിയില്ല നമ്മളെന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എന്താണെന്നുള്ളത് നമ്മളോട് തന്നെ ആദ്യം പറയാം. അതാണ് ഈ പോസിറ്റീവ് അഫർമേഷൻ. നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റീവ്നെസ്സിനെ നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കാന്ന് പറയൂലേ. നീ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിനക്കറിയില്ലെങ്കിൽ എനിക്കറിയാമെന്ന് നമ്മൾ നമ്മളെ ബ്രെയിനോട് പറയാം. നമ്മൾ പറഞ്ഞു പറഞ്ഞ് നമ്മളെ ബ്രെയിൻ അത് നീ ഇതൊക്കെ തന്നെയാണല്ലേ, അപ്പൊ എങ്ങനെയെങ്കിൽ നീ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് നമ്മളെ ബ്രെയിനെ നമ്മളോട് പറയും. അപ്പൊ നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യും, നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക നമ്മളെ ചിന്തകൾ തന്നെയല്ലേ ശരിക്കും നമ്മൾ ഏത് രീതിയിലാണോ ചിന്തിക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോവാം. നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ട് അയ്യോ എനിക്ക് ഒന്നും പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ഞാനൊന്നും ആയില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചത് ഇങ്ങനെയൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ ഇവരിങ്ങനെ എന്നോട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിന് ഇവൾക്ക് ഇതന്നെ അറിയുള്ളൂ, ഇവള് തന്നെ ചിന്തിക്കുന്നുള്ളൂ പറഞ്ഞിട്ട് നമ്മുടെ ബ്രെയിനും ഇതേ ചിന്തിക്കുള്ളൂ. അല്ല, എന്നെ കൊണ്ട് ഇത് പറ്റും, എനിക്ക് ഇവിടെ എത്തണം എന്ന രീതിയിൽ എനിക്ക് ചേഞ്ച് ചെയ്യണം എന്ന് നമ്മുടെ ബ്രെയിനോട് പറയുമ്പോൾ ഇവള് എണീക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവള് കുറച്ചും കൂടി ഉഷാറാക്കണം എന്ന് നമ്മളെ ബ്രെയിൻ തന്നെ ചിന്തിക്കും. അപ്പൊ നമ്മളെ ബ്രെയിനിനെ നമ്മൾ ആ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അത്രേ ഉള്ളൂ. താങ്ക് യു സോ നമ്മളെ മച്ച്. സബ് കോൺഷ്യസിനോട് പറയാം. വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് സെക്ഷൻ ഓൾസോ. അടിപൊളിയായിട്ടുണ്ട്. നെക്സ്റ്റ് ഇതുപോലെ വേറൊരു ക്ലാസ് മാം എന്തായാലും വെക്കണം. ഇൻഷാല്ല നെക്സ്റ്റ് മന്ത്. അതെ, നിഷ എന്താ പറഞ്ഞ, നിഷ ഞാൻ 9 ദിവസമായി എഴുതുന്നുണ്ട്. വളരെ നല്ല. താങ്ക് യു. ഞാൻ എൻ്റെ ഒരു പറയൂ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ കോളേജിൽ പഠിക്കുന്ന എൻട്രൻസ് കോച്ചിങ്ങിനും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഗ്യാസ് വരും, ഗ്യാസ് ട്രബിൾ, IBS എന്ന് പറയുന്ന ഒരു പോലത്തെ ഒരു അസുഖം. അറിയാം. അപ്പം അത് വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, പള്ളിയിൽ നിസ്കരിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്, ഒരു ഭയങ്കര ആങ്സൈറ്റി ഒക്കെ വരും. അങ്ങനെ ഞാൻ പെരിന്തൽമണ്ണ ഒരു ഹോസ്പിറ്റലിലൊരു എൻഡോക്രൈനോളജിനെ കാണിച്ച് സാധാരണ ഡോക്ടർമാർ തരുന്ന പോലെ തന്നെ ഒമീപ്രസോൾ തരും, തൽക്കാലത്തേക്ക് മാറും, പിന്നെയും വരും. അങ്ങനെ ഞാനൊരു കുറേ കാലം അതിങ്ങനെ കൊണ്ടു നടക്കും. ഭയങ്കര ബുദ്ധിമുട്ടായി അത്, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഇതുപോലെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് പ്രശ്നം അസിഡിറ്റി ഉണ്ട്, പക്ഷേ മനസ്സിൻ്റെയാണ് പ്രശ്നം. എല്ലാ ദിവസവും രാവിലെ എണീച്ചിട്ട് നിസ്കാരം കഴിഞ്ഞ ഉടനെ എഴുതുക ഒരു ബുക്കിൽ. എനിക്കിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ശാരീരികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്, വേറെ വലിയൊരു അസുഖമൊന്നും അല്ല, അത് ആങ്സൈറ്റി വരാതെ നോക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞാനതൊരു 4 മന്ത്സോളം 3-4 മന്ത്സ് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് എഴുതും. അതിപ്പോൾ ഒരു 20 വർഷത്തോളമായി. ഇപ്പോഴും എനിക്ക് ഈ പറയുന്ന പ്രോബ്ലം ചിലപ്പോഴൊക്കെ വരാറുണ്ട്, പക്ഷെ ഒരിക്കലും അതൊരു ആങ്സൈറ്റി മാറിയിട്ടില്ല. പിന്നെ അത് വരും, വയറിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും, അതങ്ങ് മാറും. നമ്മുടെ ആൻസൈറ്റി ആയിട്ട് വരുന്നത് തന്നെയാണ്. ചില ആൾക്കാർ ഫുഡ് കഴിച്ച ഉടനെ പോകാൻ, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകാൻ നിൽക്കുന്ന സമയത്ത് ടോയ്ലറ്റ് പോകാൻ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് എക്സാമുള്ള സമയത്ത് ലൂസ് മോഷൻ വരും. അപ്പോ എന്തെങ്കിലും ഒരു സ്ട്രെസ് വരുമ്പോഴേക്കും എനിക്ക് ഫസ്റ്റ് വരും, എനിക്ക് ചെറിയൊരു വേദന, ഫിസിക്കൽ പെയിൻ വരുമ്പോഴേക്കും ഫസ്റ്റ് എനിക്ക് ലൂസ് മോഷൻ വരും. അത് നമ്മുടെ ഒരു ഫിയർ ആണ്, നമ്മുടെ ഉള്ളിലുള്ള ഒരു ആൻസൈറ്റിയാണ് നമ്മളതിനെ ബോഡി എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞില്ലേ. അത് ചേഞ്ച് എനിക്കത് ചെയ്യാനുള്ളത് ഭയങ്കര നമ്മുടെ മൈൻഡിലേക്ക് ബുദ്ധിമുട്ടായിരുന്നു. മാറ്റും. ഞാൻ ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട് ഡെസ്റ്റിനേഷൻ എത്താതെ, എന്തോ ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. പക്ഷെ അത് ഈ പറയുന്ന പോലെ ഈ ഡോക്ടർ പറഞ്ഞ് പിന്നീട് ഞാൻ മെഡിസിൻ ഒന്നും എടുത്തിട്ടില്ല, ഇപ്പം അത് വരാറില്ല. അതിപ്പോൾ ഒരുപാട് നാളായി, 10-15 കൊല്ലം 20 കൊല്ലത്തോളമായിട്ട്. അപ്പം നമ്മൾ പറയുന്നത് തന്നെയാണ് ബ്രെയിൻ കേൾക്കുന്നത്. അതെ, അത് നല്ലൊരു എക്സാമ്പിൾ ആയിപ്പോയി. നല്ല ഫിസിക്കലി അല്ലെങ്കിൽ ഡിസീസ് കണ്ടീഷനിങ് കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ. ആർക്കെങ്കിലും എന്തെങ്കിലും എക്സാമ്പിൾസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസോ പറയാനുണ്ടോ? ഹായ് മാം. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ടൈമും ഈ പറഞ്ഞ പോലെ ചോദിക്കും ആളുകൾ ഇതിനൊക്കെ ഇവിടെ നാട്ടെ. അപ്പോൾ ശരിക്കും നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി തന്നെയാണല്ലോ അത്, എല്ലാവർക്കും പറ്റും. അപ്പൊ അതിനായിട്ട് നമ്മൾ ഒരു പ്ലാൻ
അത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറ്റും. അതുപോലെ തന്നെ കറക്റ്റ്. നമുക്ക് ആ നെഗറ്റീവ് തോട്ട്സിനെ മാറ്റാനുള്ള ഒരു സംഭവമല്ലേ, അതും എനിക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. താങ്ക് യു മാം. താങ്ക് യു മാം. അത് നമ്മളെ എക്സ്പീരിയൻസ് ഇപ്പം ഇത്രയും ആൾക്കാർക്ക് അത് എക്സ്പീരിയൻസ്ഡ് ആണ്, ഇത് പുതിയ കാര്യമില്ലെന്ന് മനസ്സിലായില്ലേ. നമ്മുടെ ലെവലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ നമ്മൾ എന്നും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്നൊക്കെ പറയില്ലേ, അതിന്റെ ഇതൊക്കെ ഒരു ഭാഗമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻ ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡിന് എഴുതിയ തന്നെ കുറെ ചേഞ്ചസ് നമുക്ക് ഭയങ്കര പവറായിട്ട് നമുക്കൊരു ഭയങ്കര പവർഫുൾനെസ് ഫീൽ ചെയ്യും. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്നെസ് നമ്മൾ എന്നും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ നമ്മൾ നമ്മളോടും കൂടി പറയാണ്. അപ്പൊ ഓക്കെ, വേറെ ഒന്നും ഇല്ലല്ലോ? മാം എന്റെ ഒരു ഓക്കെ അല്ലേ? എക്സ്പീരിയൻസും കൂടെ പറയാം. പറയൂ സജിന, പറയൂ. എന്ന് വെച്ചുകഴിഞ്ഞാല് സജിനയുടെ ഞാൻ ഫേസ് കാണിക്കാൻ പറ്റുമോ? എന്താണ് മാം? സജിനയുടെ ഫേസ് ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഞാൻ സജിനയുടെ ക്ലാസ് അയ്യോ, ഫേസ് കാണിക്കാൻ പറ്റുന്ന ഒരു ഇതിലല്ല മാം. ഓക്കെ പിന്നെ വരാം മാം. ഓക്കെ. അപ്പൊ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയണെങ്കിലേ, ഞാനിപ്പോ നമ്മുടെ വിംബിൾ അക്കാദമിയിൽ ഫൈസൽ സാറിന്റെ ട്രെയിനറിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ അങ്ങനെ വലിയ പബ്ലിക് സ്പീക്കർ ആവാനോ അങ്ങനെ ഒരു ഉദ്ദേശം എനിക്ക് ഉണ്ടായില്ല. ടീച്ചിങ് ആണ് എന്റെ പ്രൊഫഷൻ. പക്ഷെ എനിക്ക് ഉണ്ടായൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലായാലും ഇപ്പൊ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് കുറവ്, അല്ലെങ്കിൽ ഒരു ഫിയർ എന്ന് വേണമെങ്കിൽ പറയാം. അത് ചെറുപ്പത്തിലേ എനിക്ക് നന്നായി അത്യാവശ്യം ഞാൻ പാടാനൊക്കെ കഴിവുള്ള ആളെങ്കിലും കൂടെ ഞാൻ ഒരു സ്റ്റേജ് പ്രോഗ്രാമിനും പങ്കെടുക്കൂല. കാരണം വെച്ചാൽ എനിക്ക് ഒരു കോൺഫിഡൻസ് കുറവ്, അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഫിയർ എന്നൊക്കെ പറയാം. അങ്ങനെയായിരുന്നു ചെറുപ്പത്തിലേ തൊട്ടിട്ടാ. അത് നമ്മൾ വലുതായിട്ടും അങ്ങനെ ഒക്കെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ആ ഒരു ഇത് മാറി കിട്ടാൻ വേണ്ടിയിട്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കോഴ്സിൽ ജോയിൻ ചെയ്തത്. എന്നിട്ട് പിന്നെ കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടായാലും സാറിന്റെ അടുത്ത് ക്ലാസ് എടുക്കാൻ പറയുമ്പോഴായാലും ഞാനിങ്ങനെ പിന്നാക്കം പോവും. സാറിനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ മുങ്ങി നടക്കും. അതായിരുന്നു തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തന്നെ തോന്നി എങ്ങനെ ഇത് മാറ്റും. കോഴ്സ് ചെയ്തു എന്നിട്ടും എനിക്കൊരു എന്താ പറയാ, എനിക്കൊരു ക്ലാസ് എടുക്കാനൊക്കെ അപ്പോഴും ഒരു പേടി, ഇങ്ങനെ വരാനൊക്കെ എല്ലാവരുടെയും പബ്ലിക്കായിട്ട് വരാനൊക്കെ. അപ്പൊ പിന്നെ ഞാൻ ചെയ്ത ഈ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഫർമേഷനാണ്. അതായത് ഞാൻ കോൺഫിഡന്റ് ആണ് മാം പറഞ്ഞ പോലെ. എനിക്ക് ഫിയർ ഇല്ല എന്നുള്ളത് തന്നെ, കോൺഫിഡന്റ് ആണെന്നുള്ളത് ഞാൻ ഇങ്ങനെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു, എഴുതുകയും ചെയ്യായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞാൻ വിഷ്വലൈസ് ചെയ്തിരുന്നു ഇങ്ങനെ ഞാൻ ക്ലാസ് എടുക്കുന്നതായിട്ട്, കോൺഫിഡന്റ് ആയിട്ടിരുന്ന് ക്ലാസ് എടുക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്തപ്പോ മാത്രമാണ് എനിക്ക് ശരിക്കും പറഞ്ഞ ഭയങ്കര മാറ്റം ഉണ്ടായിരുന്നത്. അത് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ എന്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പറയുന്നത് ഇതായിരിക്കും, അഫർമേഷൻ ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന അഫർമേഷൻ. അതെനിക്ക് ശരിക്കും ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടാ. എന്തായാലും മാമിന്റെ ക്ലാസ് അടിപൊളിയായിരുന്നു. സജിന മാമിന്റെ ഇതിലുള്ള ക്ലാസ്സുകൾ ഞാൻ കേൾക്കാറുണ്ട്. അത് ചിലപ്പം രാവിലെ ജോയിൻ ആവാൻ പറ്റില്ല. എനിക്ക് ഇപ്പൊ തന്നെ 6 o'clock ഞാൻ വെയിറ്റ് ലോസ് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ പോസ്റ്റ്മോർട്ടം മദേഴ്സിന് വേണ്ടിയുള്ള വെയിറ്റ് ലോസ് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അവരോട് പറഞ്ഞതാ ലൈവാണ്, രാവിലെ 6 to 7 ലൈവാണ്. ഞാൻ നിന്ന് കുറച്ച് ലേറ്റ് ആവട്ടോ, അപ്പൊ എനിക്കൊന്നൊരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഓക്കെ പറഞ്ഞിരിക്കാം. അതാ പറഞ്ഞ നമുക്ക് എവിടെ എത്തിച്ചേരണം എന്നുള്ളത് നമ്മൾക്ക് തന്നെ അറിയാം. അപ്പൊ അവിടേക്ക് നമ്മൾ എത്താൻ നമ്മൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാം. അപ്പൊ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക. നമുക്ക് ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ തന്നെയാണ് എത്തിച്ചേരേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മുടെ ബ്രെയിനിനെ അത് പറഞ്ഞ് പഠിപ്പിക്കുക. പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് നമുക്ക് നമ്മുടെ ബ്രെയിനോട് ഡെയിലി കൊടുക്കുക. അപ്പൊ എല്ലാവർക്കും ഹാപ്പി മോർണിംഗ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.